ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. പൊന്നുഗുരുവായൂരപ്പന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി സമർപ്പിച്ച നാരായണീയമെന്ന ആ നറുവെണ്ണ ഭഗവാന്റെ അനൽപമായ കാരുണ്യം കൊണ്ട് ഗുരുനാഥനായ ഭട്ടപാദരുടെ അനുഗ്രഹം കൊണ്ട് നാരായണീയ മധുരമായി നാം ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 29ാമത്തെ ദിവസം, 3ാമത്തെ ദശകത്തിൽ ഭക്തിപ്രാർത്ഥന എന്ന് സജ്ജനങ്ങൾ പേരിട്ട് വിളിക്കുന്ന ആ 3ാമത്തെ ദശകത്തിൽ 9ാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം വിചാരം ചെയ്യുന്നത്. തനിക്ക് ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്ന പട്ടേരിപ്പാട് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഭഗവാന് നേരെ തിരിഞ്ഞിരിക്കാൻ അനുഗ്രഹിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന പട്ടേരിപ്പാട് തൻ്റെ രോഗം മാറാതിരുന്നാൽ, അവിടുന്ന് മാറ്റാതിരുന്നാൽ ഗുരുവായൂരപ്പ അങ്ങേക്കും ദുഷ്കീർത്തി ഉണ്ടാവും എന്ന് കാണിക്കുന്ന ശ്ലോകമാണ് ഈ 9ാമത്തെ ശ്ലോകം. ശ്ലോകപാരായണം, അതിൻ്റെ വ്യാഖ്യാനം, വീണ്ടും മനനം എന്ന രീതിയിൽ ആ ശ്ലോകം ചൊല്ലി തുടർന്ന് ശ്രീഹരിയത്തിലെ ഭാഷാഗാനം വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി നമുക്കിന്ന് സമർപ്പിക്കാം. മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ ഭവൽ സ്നേഹീ സോഹം സുബഹു പരിതപ്യേച കിമിദം അകീർത്തിസ്തേ മാഭൂദ്വരദ ഗദഭാരം പ്രശമയൻ ഭവൽ ഭക്തോത്തംസം ഝടിതി
കുരുമാം കംസദമനാ. മരുൾഗേഹാധീശ, വായുപുരാധീശ, എൻ്റെ ഗുരുവായൂരപ്പ. ത്വയി പരാഞ്ചഹ അപി സുഖിനഃ ഖലു ഭവൽ സ്നേഹി സാ അഹം സുബഹു പരിതപ്യേച്ച ഇദം കിം. ഭഗവാനോടുള്ള ഒരു ചോദ്യമാണ്. ത്വയി പരാഞ്ചഹ അപി, അങ്ങയിൽ വിമുഖന്മാരായിട്ടുള്ള ആളുകൾ അവർ പോലും സുഖിനഃ, സുഖമായിട്ട് ഇരിക്കുന്നു. സുഖിനഃ ഖലു ഭവൽ സ്നേഹി സ അഹം, അവിടുത്തെ ഭക്തനായ, അവിടുത്തെ സ്നേഹിക്കുന്ന, അവിടുത്തെ ബഹുമാനിക്കുന്ന, അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയുള്ള ഈ ഞാൻ, സ അഹം സുബഹു പരിതപ്യേച്ച ഇദം കിം, വളരെയധികം സങ്കടപ്പെടുന്നുണ്ടല്ലോ ഗുരുവായൂരപ്പ. ഇദം കിം, ഇതെന്താണ്? വരദ, ഭക്തന്മാർക്ക് എല്ലാ അഭീഷ്ടങ്ങളെയും തരുന്നവനാണ് വരദൻ ഭഗവാൻ. കംസദമന, കംസഹന്താവായിരിക്കുന്ന ഭഗവാനെ, തേ അകീർത്തി മാ അഭൂൽ, അവിടുത്തേക്ക് ദുഷ്കീർത്തി ഉണ്ടാവാൻ ഇടവരരുത്. ഗതഭാരം പ്രശമയൻ, എൻ്റെ രോഗങ്ങളെ മുഴുവൻ തീർത്ത്, മാം ഝടിതി ഭവൽ ഭക്തോത്തം സംകുരു, എന്നെ വേഗത്തിൽ അവിടുത്തെ ഭക്തന്മാരിൽ, ഭക്തോത്തംസം, അവിടുത്തെ ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാക്കി മാറ്റണേ. ഇവിടെ പട്ടേരിപ്പാട് പ്രഹ്ലാദന്റെ നവധാഭക്തിയിലെ ആദ്യത്തെ ശ്രവണം, കീർത്തനം, പാദസേവനം, അർച്ചനം, വന്ദനം എന്നീ ഭാവങ്ങളെയൊക്കെ മുമ്പുള്ള ശ്ലോകങ്ങളിലൂടെ കാണിച്ചു തന്നു. ഇവിടെ ഇത് ദാസ്യഭാവത്തോട് ചേർന്ന ഒരു സഖ്യഭാവം ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്താ അത്? ഒരു കൂട്ടുകാരനോട് പറയുക, എന്താ, തനിക്ക് ദുഷ്കീർത്തി വരാതിരിക്കാൻ വേണ്ടിയെങ്കിലും ഗുരുവായൂരപ്പ, ആ സ്വാർത്ഥം വിചാരിച്ചിട്ടെങ്കിലും, അവിടുത്തേക്ക് ദുഷ്കീർത്തി വരും എന്നുള്ളത് വിചാരിച്ചിട്ടെങ്കിലും അടിയന്റെ രോഗത്തെ മാറ്റിത്തരണേ. അവിടുന്ന് വരദനാണ് അല്ലേ? വിളിക്കുന്നവന്റെ എവിടെ വിളി പൊങ്ങുന്നത് അവിടെ ഭഗവാൻ വരും. എല്ലാം മറന്നു വിളിക്കുവിൻ ഭക്തരെ, കരളുരുകി ഒന്നു വിളിച്ചെങ്കിലൻ പുരാൻ. അപ്പോ കൈവെടിഞ്ഞിട്ടില്ല ഇന്നോളം ആരെയും എന്നാണ്. അതുകൊണ്ട് പ്രഹ്ലാദനെയും ഗജേന്ദ്രനെയും ഒക്കെ വിളിപ്പുറത്ത് ഓടിയെത്തി രക്ഷിച്ച ഗുരുവായൂരപ്പ തന്നെയും രക്ഷിക്കണേ. അതുകൊണ്ടാണ് ഇവിടെ കംസദമന എന്നൊരു സംബോധന ഭഗവാന്റെ മുമ്പിൽ പട്ടേരിപ്പാട് അവതരിപ്പിച്ചത് എന്നാണ്. കംസനെ നിഗ്രഹിച്ചതുപോലെ അടിയന്റെ രോഗങ്ങളെയും ഇല്ലാതാക്കണേ എന്ന് പറയുന്നു. ആ ഭാഗത്തോടുകൂടി ആണ് നമ്മൾ 9ാമത്തെ ശ്ലോകം ഇവിടെ സമർപ്പിക്കുന്നത്. ആ ഭാഗം ഒരിക്കൽ കൂടി മനനം ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്രീഹരിയത്തിലേക്ക് കടക്കാം. മരുൾഗേഹാധീശ ത്വയി ഖലു പരാഞ്ജോപി സുഖിനോ ഭവൽ സ്നേഹി സോഹം സുബഹു പരിതപ്യേച കിമിദം അകീർത്തിസ്തേ മാഭൂദ്വരദ ഗദഭാരം പ്രശമയൻ ഭവൽ ഭക്തോത്തംസം ഝടിതി കുരുമാം കംസദമനാ. നാരായണീയമാകുന്ന ഭക്തിസാഗരത്തിൽ മുങ്ങി ശ്രീഹരിയമെന്ന കല്ലു തപ്പിയെടുത്തു. മുത്തുമ്പ വീഴവും പോലെ ഭക്തിപൂർവം ഞാനിക്കല്ലും മുരഹരി പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രീഹരിയ പരിഭാഷ. ഭക്തന്മാരല്ലാത്തവരും സുഖമായി കഴിയുന്നു, ദുഃഖം കൊണ്ടു നീറി കഴിയുന്നു ഞാൻ. ഭഗവാനു കീർത്തിഭംഗം വരാതെ ഇരുന്നിടേണം,
ഭക്തി നൽകി വ്യാധി തീർത്തു രക്ഷിച്ചിടേണം. നാരായണ 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 രാധാ ഗോവിന്ദ.